അപ്പോ ഞാൻ ഈ സോളാർ ബോർഡിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോ അതില് യാത്ര ചെയ്തിരുന്നില്ല, തൃപ്രയാർക്കാണ് പോണത്. അപ്പോ ഇപ്പൊ ഉള്ളത് ഇപ്പൊ എന്റെ അനിയനും അമ്മയും ഫ്രണ്ടും ആണുള്ളത്. ആ പിന്നെ ബോട്ട് പഠിക്കണ ചേട്ടനും ഉണ്ട് കേട്ടോ. സോളാറിൽ വർക്ക് ചെയ്യുന്ന ബോട്ടാണ്. പെട്രോളോ ഡീസലോ അങ്ങനെ മറ്റു കാര്യങ്ങളോ എഞ്ചിൻ ഓയിൽ പോലും ഇതിനകത്ത് വേണ്ട. അത് കാരണം 100% പൊല്യൂഷൻ ഫ്രീ ആണ്. സോളാറിൽ 100% ഓടുന്ന കാരണം നമുക്ക് സീറോ പൊല്യൂഷനാണ് ഇതിന്റെ ഇത്. അത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഇനിഷ്യൽ എമൗണ്ട് നമ്മൾ മറ്റേ ബോട്ടിന് ഇനിഷ്യൽ എമൗണ്ട് മുടക്കുന്നതല്ലാതെ റണ്ണിങ് കോസ്റ്റ് വെറും 0 ആണ്. നമ്മൾ സോളാറിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ബാറ്ററിയിലേക്ക് ശേഖരിച്ച് ഓടുമ്പോൾ തന്നെ ചാർജ് കയറുന്ന വിധത്തിലും പിന്നെ നമുക്ക് സൺസെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മണിക്കൂർ ഓടാനുള്ള ഒരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് ശബ്ദ മലിനീകരണം യാതൊരു വിധത്തിലുള്ള ഒരു ഇതില്ല കേട്ടോ. കാറ്റാമറ ഡിസൈൻ ആയത് 2 ഹള്ളില് ബോഡി വെച്ചത് കാരണം സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ കണ്ട നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് സമയത്തും എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കൈ എത്തിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ഇവിടെ ഈ ലൈഫ് ജാക്കറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോളം നമ്മൾ ഇത് 2 ഡബിൾ എഞ്ചിനാണ്. ഈ ഡബിൾ എഞ്ചിനിൽ ബാറ്ററിയുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എത്ര മണിക്കൂർ നമ്മൾ റണ്ണിങ് ടൈം ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇത് നോട്ടിക്കൽ മൈലിലാണ് ഇതിൽ സ്പീഡ് കാണിക്കുന്നത്. ഇത് 2.3 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോകുന്നത്. ഇത് കണ്ട 700 വാട്ടാണ് അത് കറണ്ട് യൂസ് ചെയ്യുന്ന കറണ്ട്. അതായത് 2.3 നോട്ട്സ് പോകാനായിട്ട് നമുക്ക് ഇത്ര വാട്ട്സ് പവർ ആവശ്യമാണ്. പിന്നെ നമുക്ക് ഗാർമിനിൽ കാണാൻ പറ്റും GPS-ന്റെ കൺട്രോളാണ്. അതിൽ GPS ഹെഡിങ് കാണിക്കും, GPS-ന്റെ സ്പീഡ് കാണിക്കും, പിന്നെ ഡെപ്ത് കാണിക്കും. ഡെപ്തിൽ ഇപ്പൊ കൂളന്റ് ഇല്ല. അത് കൂളന്റ് കമ്പനി പുതിയൊരു ഇത് ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പൊ ആ കൂളന്റ് റെഡി ആയി കഴിയുമ്പോൾ ഇതിന്റെ ഡെപ്തും കാണിക്കും. എത്ര ആഴത്തിലാണ് നമുക്ക് പോകണമെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഡെപ്ത് അറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ട് അറിയാൻ പറ്റുള്ളൂ. എവിടെയാണ് ബോട്ടിന്റെ പൊസിഷൻ എന്നുള്ളത് കാണിക്കും. മൊത്തത്തില് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ. കാരണം സോളാർ ബോട്ടില് നമ്മൾ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോവാനായിട്ട് നമുക്ക് എന്താ പറയാ ഒരു കൊതി വരും. അതായത് നമുക്ക് ഒരു യാതൊരുവിധ സൗണ്ട് പൊല്യൂഷൻ പോലും ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.